ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. നമുക്ക് ഭജന ചൊല്ലാം. എല്ലാ മക്കളും ഭജന കേട്ട് ഭജിക്കണം. അറിയാത്ത മക്കൾക്ക് വേണ്ടി ചൊല്ലുന്നതാ. അറിയാവുന്നവർക്ക് അറിയാമല്ലോ. നാമം ചെല്ലാൻ അറിയാത്ത മക്കൾ ഒരുപാടുണ്ട്. അവർക്ക് അല്പസമയത്ത് കേട്ടിരിക്കാൻ ഇഷ്ടമുള്ളവർ എനിക്ക് അതുകൊണ്ടങ്ങനെ ഇടുന്ന മക്കളെ എല്ലാവരും അത് ഓർത്ത് ഭഗവാനെ ഭജിക്കുക. എപ്പോഴും നമുക്ക് പാടണം. നമ്മളെപ്പോഴും ആരാധിക്കണം. ആലാപം, അതാണ് നമുക്ക് അങ്ങനെ ഒരു നാമം. ഞാൻ തന്നെ എഴുതിയ നാമങ്ങളാ ചൊല്ലാം. പാടുക പാടുക ഹരിനാമമന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം. പാടുക പാടുക ഹരിനാമമന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം. പാടുക മനമേ ഹരിനാമമന്ത്രം, മനമേ പാടുക ഓംകാരമന്ത്രം. പാടുക മനമേ ഹരിനാമമന്ത്രം, മനമേ പാടുക ഓംകാരമന്ത്രം. പാടുക പാടുക ഹരിനാമമന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം. പാടുക മനമേ ഹരിനാമമന്ത്രം, മനമേ പാടുക ഓംകാരമന്ത്രം. പാടുക പാടുക ഹരിനാമമന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം. ആടുക മനമേ പാടുക മനമേ ആനന്ദാമൃതം നുകരുക മനമേ. ആടുക മനമേ പാടുക മനമേ ആനന്ദാമൃതം നുകരുക മനമേ. മനമേ പാടുക അകതാർജ്വലിക്കട്ടെ, വിജ്ഞാന ബാലരവി ഉദിക്കട്ടെ. മനമേ പാടുക അകതാർജ്വലിക്കട്ടെ, വിജ്ഞാന ബാലരവി ഉദിക്കട്ടെ. അരുണകിരണാവലി ചിന്തിയൊഴുകി, അരുണകിരണാവലി ചിന്തിയൊഴുകി അകമ്പുറം പ്രഭ ചൊരിയട്ടെ. അരുണകിരണാവലി ചിന്തിയൊഴുകി അകമ്പുറം പ്രഭ ചൊരിയട്ടെ. പാടുക പാടുക ഹരിനാമമന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം. പാടുക പാടുക ഹരിനാമമന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം. മനമേ പാടുക അകതാർജ്വലിക്കട്ടെ, വിജ്ഞാന ബാലരവി ഉദിക്കട്ടെ. അരുണകിരണാവലി ചിന്തിയൊഴുകി, അരുണകിരണാവലി ചിന്തിയൊഴുകി അകമ്പുറം പ്രഭ ചൊരിയട്ടെ. പാടുക പാടുക ഹരിനാമമന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം. പാടുക പാടുക ഹരിനാമമന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം. നമ്മളിത് ചൊല്ലുമ്പോൾ അരുണകിരണാവലി എന്താണ്? പിന്നെ അതുപോലെ തന്നെ വിജ്ഞാന ബാലരവി ഉദിക്കുക. വിജ്ഞാന അറിവാകുന്ന ബാലസൂര്യൻ, കുട്ടി സൂര്യൻ, അതൊരു ഇളം ചൂടുള്ള കുഞ്ഞ് അങ്ങ് കുളിർമയേറിയ ആ ഒരു 7 മണി 7:30 മണിക്കൊക്കെ ആ കുട്ടി സൂര്യൻ കുഞ്ഞായിട്ട് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള ഒരു കുളിർമ, അത് നമ്മൾ കോരി ചൊരിയുന്ന ഒരു പ്രഭ നമ്മളിലേക്ക് പകർന്നു വരും. അതാണ് ആ വിജ്ഞാന അറിവാകുന്ന ആ കുട്ടി സൂര്യൻ്റെ ആ പ്രഭ നമ്മളിലേക്ക് ഇഴിഞ്ഞിറങ്ങി വരുന്ന ഒരു അനുഭൂതി. അതാണ് മനമേ പാടുക. ഉള്ളം കൊണ്ട് മനസ്സേ നീ പാടൂ. നിൻ്റെ ഉള്ളിൽ ആ കുട്ടി സൂര്യൻ്റെ ആ പ്രഭ, ആ ഒരു കുളിർമ, ഒരു പ്രത്യേക ഒരു അനുഭൂതി, അത് നമ്മളിലേക്ക് ഇഴിഞ്ഞിറങ്ങണം. അതാണ് വിജ്ഞാന ബാലരവി ഉദിക്കുക. ഉള്ളിൽ ആ പ്രകാശം, അതൊരു ആനന്ദപ്രഭയാണ്. അതായത് ചൂടില്ലാത്ത സൂര്യൻ, ഉഷ്ണമില്ല. കാരണം അതിന് പറയുന്ന ഒരു ഇളമ,
ചൂടില്ലാത്തൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ആ ഒരു പ്രഭയും ആ ഒരു കുളിർമയും ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇഴിഞ്ഞിറങ്ങുമ്പം നമുക്ക് എന്തൊരു അരുണ കിരണാവലിയാണത്. അത് ഭഗവാന്റെ ആ സൂര്യഭഗവാന്റെ അരുണൻ സൂര്യൻ, ആ കിരണങ്ങൾ അത് നമ്മളിലേക്ക് പ്രവഹിക്കുന്നതാണ്. അത് നമ്മൾ അത്രത്തോളം നമ്മൾ ആരാധിക്കുമ്പോൾ ആ പ്രഭ നമ്മളിലേക്ക് ചൊരിയുമ്പോൾ അതാണ് ആ നാമം. അത് അനുഭവം കൊണ്ട് ഇങ്ങനെ എഴുതുന്നതാണ്. അത് നമ്മൾ അനുഭവിക്കുന്നതാണിത്. അതെല്ലാവരും അങ്ങനെ അനുഭവിക്കണം. നമ്മൾ പാടി പാടി ആരാധിച്ച് ഭഗവാനിലങ്ങ് കൃപ ഇങ്ങോട്ട് ഒഴുകി ഇറങ്ങണം. ഈ പ്രപഞ്ചത്തിൽ ഭഗവാന്റെ പ്രഭയുണ്ട്, ആ സൂര്യദേവൻ്റെ ആ ഭഗവാന്റെ അത് ആ അരുണ കിരണാവലി നമ്മളിലേക്ക് സർവാംഗം അങ്ങ് വ്യാപിക്കും. അത് നമ്മൾ അതാണ് അനുഭൂതി. ആ ഈശ്വര ചൈതന്യം ഈശ്വരനാണല്ലോ ഭഗവാൻ, സൂര്യൻ നാരായണനാണല്ലോ. ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഉണ്ടല്ലോ. നമ്മളത് ആവാഹിച്ച് നമ്മളിലേക്ക് കടന്നിറങ്ങണം. അപ്പോഴാണ് നമുക്ക് ആ ശരീരം മൊത്തവും ഒരു പ്രത്യേക അനുഭൂതി. അതാ നമുക്ക് രോഗങ്ങളൊന്നും വരത്തില്ലെന്ന് പറയുന്നത്. എന്താണ് അങ്ങ് ഈ എല്ലാ നാഡീ ഞരമ്പുകളെല്ലാം അങ്ങ് അതിനൊരു പ്രത്യേക അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥ നമുക്ക് ഉണ്ടാകണം. എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. അങ്ങനെ അതാണ് പ്രാർത്ഥന. നമ്മൾ വെറുതെ ഇപ്പം പാടുക എന്ന് വെച്ചാൽ നമ്മളെ ഉള്ളിൽ അറിയാതെ നമ്മൾ പാടിയിട്ട് കാര്യമുണ്ടോ? പാടുക മനമേ, നമ്മളെ ഉള്ളങ്ങോട്ട് ഇഴിഞ്ഞിറങ്ങ. പാടുക ഹരിനാമ മന്ത്രം, ഭഗവാന്റെ മന്ത്രം എത്രത്തോളം പാടി നമുക്ക് മുഴുക്കത്തില്ല. ആ ഹരിനാമ മന്ത്രം അങ്ങനെ അങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലയോ, ഇഴിഞ്ഞിറങ്ങുമല്ലയോ. അത് നമ്മൾ ഉൾക്കൊണ്ട് വേണം ആ പാടാൻ, എന്നാലേ അത് ആ അനുഭൂതി നമുക്ക് ഉണ്ടാവുള്ളൂ. അതാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചാലും ഇത് അനുഭവം വരണമെങ്കിൽ അത്രത്തോളം നമ്മുടെ ഭക്തിയും ആ അനുഭൂതി നമ്മുടെ ഉള്ളിലേക്ക് ഇഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ്. അത് ആ പാട്ടിൽ തന്നെ ഉണ്ട്. ആ മനമേ, അത് അവിടെ മറ്റൊന്നും ചിന്തിക്കണ്ട. എപ്പോഴും ഈശ്വരൻ തന്നെ നമ്മൾ ഈശ്വരനായിട്ടങ്ങ് ലയിക്കുക. വേറെ പുറമേ ഉള്ള ഒന്നും ചിന്തിച്ചാൽ അത് കിട്ടത്തില്ല. നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇത് ചൊല്ലുമ്പോൾ ആരും കേൾക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക ഒരു എന്താ പറയുക, വിഷയങ്ങളിലേക്ക് ഒരു അജ്ഞാനം ഉണ്ടെങ്കിൽ അത് വരത്തില്ല. അജ്ഞാനം മാറിയ ഒരു വ്യക്തിക്ക് അതങ്ങനെ അനുഭൂതി വരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം കറകളും നമ്മൾ ഉള്ളിൽ നിന്ന് മാറ്റിയിട്ട് വേണം ഭഗവാനെ പ്രാർത്ഥന. അപ്പോൾ ആരിരുന്നാലും നമുക്കതിൽ ഒരു വിഷമവും തോന്നിക്കേണ്ട, ചിന്തിക്കുകയും വേണ്ട. നമുക്ക് ഭഗവാൻ മതി. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു അനുഭൂതി ഉണ്ട്. അല്ലാതെ ഒരിക്കലും കിട്ടത്തില്ല. അതാണ് അജ്ഞാനികളാണ് കൂടുതൽ എല്ലാവരും. വീട്ടുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമോ, അല്ലെങ്കിൽ വീട്ടിലുള്ള എൻ്റെ മക്കൾ കേൾക്കുമോ, അല്ലെങ്കിൽ ഭർത്താവ് കേൾക്കുമോ, അല്ലെങ്കിൽ അയൽക്കാർ കേൾക്കുമോ, ഇങ്ങനെയൊക്കെ അത് അജ്ഞാനമാണ്. അത് എപ്പം മാറുമ്പോഴേ ഭഗവാനോടെ നമ്മളിലേക്ക് കൃപ വരാൻ പറ്റും. അല്ലെങ്കിൽ ഭഗവാന് അത് ഇഷ്ടമല്ല. ഭഗവാനോട് സംസാരിക്കുകയും പറയുമ്പോൾ നമുക്ക് ആത്മാർത്ഥതയും അത്രത്തോളം ആ ഒരു യോജിപ്പ് ഒന്നെന്നുള്ള ആ ചിന്ത വേറൊന്നും അടുക്കാം. നമുക്ക് മറ്റൊന്നിലും നോക്കിയിട്ട് കാര്യമില്ല. ഈശ്വരനല്ലേ നമുക്ക് വലുത്. ചിലരെല്ലാം എന്താ മനുഷ്യനെ വലുതാക്കി വെക്കും. ഈശ്വരനെ രണ്ടാം സ്ഥാനം പിന്നെ വേണമെങ്കിൽ മതി എന്നുള്ള ചിന്ത. എപ്പോഴും മനുഷ്യർക്കാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. വിശേഷാനം വന്നാൽ അവരെ പൊക്ക് വയ്ക്കുക, അപ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ മറന്നു പോകുക. അതൊക്കെ പാടില്ല. എപ്പോഴും ഭഗവാന് തന്നെ നമ്മൾ മുൻഗണന. ഈശ്വരൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മതി, നമുക്ക് നന്നായി പ്രാർത്ഥിച്ചിട്ട് മതി മറ്റേത് കാര്യവും. അപ്പോൾ അവിടെ അജ്ഞാനം അങ്ങ് മാറും. അതാണ് അങ്ങനെ ഞാൻ പറഞ്ഞതെന്താ അറിയാമോ, ഇങ്ങനെ ആയി തീരുന്നതിന് ഈ അജ്ഞാനം പാടില്ല. ഇന്ന് ഒരുപാട് പേർക്ക് പറ്റുന്ന പെതുക്കേ നാമം ചൊല്ലും. അപ്പോൾ ആ ഉള്ളിൽ എങ്ങനെ പ്രഭ ഉണ്ടാവും, എങ്ങനെ ഉള്ളം പ്രസാദിക്കും. നമ്മളെ ഉള്ളിൽ അല്പം അഴുക്കല്ലേ ചെയ്യുന്നത്. അയ്യോ ആരെങ്കിലും കേൾക്കുമോ ഞാൻ നാമം ഉറക്കെ ചെല്ലുക. അപ്പോൾ ആ ഭഗവാനിൽ എങ്ങനെ ലയിക്കാൻ പറ്റും? മനസ്സ് എവിടെയോ ആ അഴുക്കിലേക്ക് പോയി. ആ അഴുക്ക് മാറണം. അവിടെ ഹൃദയം നല്ല ശുദ്ധമായ കണ്ണാടിയായിരിക്കണം. അത്രമാത്രം നമ്മുടെ മുഖം എങ്ങനെ തെളിഞ്ഞ് കാണുന്ന അതുപോലെ തന്നെ ഹൃദയത്തിൽ ഒരു മാലിന്യവും പാടില്ല. അത് എപ്പോഴെങ്കിലും ഞങ്ങളെ ഭക്തമക്കൾ ചിന്തിക്കൂ. ഞാൻ പറഞ്ഞ സത്യമായ കാര്യമാണ്. അതായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭഗവത് കൃപ ആസ്വദിക്കാൻ പറ്റൂ. നമുക്ക് അടുത്ത നാമം ചൊല്ലാം. നമുക്ക് അങ്ങനെ കൃപ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭഗവാന്റെ കുട്ടിയായിട്ട് നമ്മുടെ മുമ്പിലും ഭഗവാൻ, പണ്ട് ഗോപസ്ത്രീകൾ എങ്ങനെയാണ്, കണ്ണാ നൃത്തമാട്, കണ്ണാ താന്ന് കളിക്കുക, കണ്ണാ കുഴഞ്ഞ് കളിക്കുന്ന ഭഗവാൻ അതെല്ലാം ഒത്തു നിൽക്കും. നമുക്കും അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ഭഗവാൻ എന്തും നമ്മൾ പറഞ്ഞാൽ കേൾക്കും. അതുകൊണ്ട് അങ്ങനൊരു നാമം. ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ, എൻ മുന്നിൽ വന്നിടണേ. ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കണ്ണാ, എൻ മുന്നിൽ വന്നിടണേ. ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ വന്നിടണേ.
ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ കൃഷ്ണ എൻ മുന്നിൽ നൃത്തമാടൂ ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ ഗാനം ഞാൻ പാടിത്തരാം നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ ഗാനം ഞാൻ പാടിത്തരാം നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ എൻ മുന്നിൽ നൃത്തമാടൂ ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ എൻ മുന്നിൽ വന്നിടണേ ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ വന്നിടണേ കണ്ണാ എൻ മുന്നിൽ വന്നിടണേ നമ്മൾ ആഗ്രഹിച്ചാൽ ഭഗവാൻ അങ്ങനെ എല്ലാം സാധിച്ചു തരും. അത് നമ്മുടെ ഹൃദയം എത്രമാത്രം ശുദ്ധമുണ്ട് അതനുസരിച്ചാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് അത്ഭുതമായിട്ട് ഭഗവാൻ എല്ലാം നമുക്ക് കാട്ടിത്തരും, നമുക്ക് പ്രത്യക്ഷമായി വരും, നമ്മുടെ കൂടെ നിന്ന് ചെയ്തു തരും, എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാ ഭക്തമക്കൾക്കും ഭക്തി വർദ്ധിക്കാൻ ശ്രമിക്കുക, ആരാധിക്കുക. നമുക്ക് അടുത്ത നാമം ചൊല്ലാം. മക്കളെ, നമുക്ക് ഒരു നേരമെങ്കിലുള്ള നാമം ചൊല്ലാം. അതെനിക്ക് മേലോട്ട് പോകത്തില്ല, എന്നാൽ അവിടെ ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇപ്പം എനിക്ക് ഒട്ടും കഫം കിടക്കുന്നതുകൊണ്ട് ഒട്ടും പോകത്തില്ല. എങ്കിലും ആ ഒക്കുന്നത്തോളം ചെല്ലാം. ഒക്കത്തില്ലെങ്കിലും ചൊല്ലണം, അത്ര തന്നെ. അത് ഒക്കെയില്ലെന്ന് എനിക്കറിയാം, എന്നാൽ എനിക്ക് പാടിയേ പറ്റൂ. നമുക്ക് പരീക്ഷയ്ക്കൊന്നും മാർക്ക് കിട്ടാനല്ലല്ലോ പാടുന്നത്. അത് ചിത്രാമ്മയോ അങ്ങോട്ട് പാടിയ പാട്ട് ആരാ എഴുതുമെന്ന് എനിക്കറിയില്ല. ഇത്ര നേരം ഞാൻ ചൊല്ലിയത് ഞാൻ എഴുതിയ നാമങ്ങളാണ്. ഇത് നമുക്ക് കോപ്പിറൈറ്റൊന്നും ഇതുവരെ വന്നില്ല, ചില പാട്ടുകൾക്കേ ഉള്ളു. ഇത് നമുക്ക് ചൊല്ലാം. ഒരു നേരമെങ്കിലും ഭഗവാന്റെ നാമം, ഭഗവാനെ കാണാനും നാമം അത് ഓടക്കുള്ളുമനാദം കേൾക്കാനും ഒക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ള ആ ചിന്ത ഉള്ളോട്ട് വരുമ്പോൾ ആ ഭക്തി നമുക്ക് വർദ്ധിച്ചു വരും. അപ്പോൾ നമുക്ക് ആ പാട്ട് പാടുമ്പം ആ ഇഴിഞ്ഞിറങ്ങും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാനോർത്തു പോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാനോർത്തു പോകും. ഒരു പീലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ, ഒരു പീലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ തിരുമുടി കൺമുന്നിൽ
മിന്നിമായും തിരുമുടി കൺമുന്നിൽ മിന്നിമായും ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. എൻ്റെ ഭക്തമക്കൾക്ക് വേണ്ടി ചൊല്ലുന്നു. നമുക്ക് മക്കൾ പറയണം, ഭഗവാനെ എനിക്ക് വളരണം, എനിക്കും ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. എല്ലാ ഉള്ള അറിവ് അത് വളർന്നല്ലേ പറ്റൂ. ഇന്നത്തെ കണക്കല്ല നാളെ നമ്മൾ ഈ ജന്മത്തിൽ തന്നെ വീണ്ടും 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 വളരണം. ഇന്നത്തേക്കാൾ ഒന്നുകൂടെ നാളെ വളരണം എന്നുവെച്ചാൽ അറിവ് നേടണം. അങ്ങനെ ഓരോ ദിവസവും കുറേശ്ശെ കുറച്ച് വളർന്ന് വേണം. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്കൊരു ആശ്വാസം പറഞ്ഞു കൊടുക്കാനോ ഉപദേശിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട് ആശ്വാസം പകരണ്ടേ. ഒരു വൃക്ഷമായി തീരണം. ആ വൃക്ഷത്തിൽ നിന്ന് എന്ത് കിട്ടും? ഫലങ്ങൾ കിട്ടും. നമുക്ക് വിശപ്പിന് ആഹാരം കിട്ടും. ദുഃഖ ദുരിതങ്ങൾക്ക് ആശ്വാസം പകരും, തണലേകും. എന്താ തണലെന്ന് വെച്ചാൽ സർവ്വതും തണലെന്ന് പറയാം. ഒരു നേരത്തെ ആഹാരം ഒരു പക്ഷിക്കോ മൃഗത്തിനോ മനുഷ്യർക്കോ കൊടുക്കാൻ ഒക്കുന്നെങ്കിൽ അതൊരു തണലല്ലേ മറ്റുള്ളവർക്ക്. അപ്പോൾ അത് വൃക്ഷമാകുന്നത്, അതാ ഒരു വൃക്ഷം എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു നാമം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചൊല്ലിയതാണ്. എന്താ വെച്ചാൽ ഇനി എന്നും ചെല്ലണം. കാരണം നമുക്ക് ഓരോ മക്കളും പറയണം എനിക്കും വളരണമെന്ന്. അതൊരു വല്ലാത്തൊരു നാമമാണ്. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടതാണ്. ഞാനത് എഴുതി പാടിയത്. പക്ഷെ അതിൻ്റെ അർത്ഥം എല്ലാ മക്കൾക്കും അത് വേണം. അതുകൊണ്ടാണ് വളരണം കണ്ണാ, എനിക്കു വളരണം കണ്ണാ, വളർന്നു നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. വളരണം കണ്ണാ, എനിക്കു വളരണം കണ്ണാ, വളർന്നു നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. താപത്താൽ വലയുവോർക്കു തണൽ മരമാകണം, ക്ഷുത്തിനാൽ വലയുവോർക്കു ഫലപ്രദമാകണം. കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. താപത്താൽ വലയുവോർക്കു തണൽ മരമാകണം, ക്ഷുത്തിനാൽ വലയുവോർക്കു ഫലപ്രദമാകണം. കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ.
വളരണം കണ്ണാ എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. താപത്താൽ വലയുവോർക്കു തണൽ മരമാകണം, ക്ഷുത്തിനാൽ വലയുവോർക്ക് ഫലപ്രദമാകണം. കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. വളരണം കണ്ണാ എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. എല്ലാവർക്കും നമസ്കാരം. അതിൻ്റെ എത്ര ടൂണൊക്കെ ഞാനങ്ങ് മറന്നുപോയി. എന്നും പാടിയെങ്കിലേ ടൂണൊക്കെ മനസ്സിലിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം, ഇതൊക്കെ ഒരു ഹാർമോണിയിലോ വയലിനകത്തൊക്കെ അതിൻ്റെ സ്വരസ്ഥാനങ്ങളനുസരിച്ച് പാടി വെക്കണം. ഇത് നമ്മൾ തന്നെ പാടി ഒരു ടൂൺ കിട്ടുന്നു, പാടുന്നു, പിന്നെ എന്തെങ്കിലും എടുക്കുമ്പോൾ ആ ടൂണൊക്കെ അങ്ങ് അല്ലെങ്കിൽ ഒരേ പാട്ട് തന്നെ എപ്പോഴും പാടിക്കൊണ്ടിരിക്കണം എന്നാൽ പറ്റും. ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മറന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്ഥാനങ്ങളെല്ലാം അങ്ങ് മറന്നുപോയി. ഇനി അത് ഒന്നുകൂടെ ഇത് നോക്കി പഠിച്ചിട്ടൊക്കെ പാടാം. അല്ലാതെ എന്ത് ചെയ്യാനാ. എല്ലാവർക്കും നമസ്കാരം. ഇതുപോലെ എല്ലാവരും വളരണം. എന്താ ആത്മാവിലെ ആനന്ദം കൊടുക്കുക, എന്താ വേണേ അത്. അതായത് താപത്താൽ ദുഃഖ ദുരിതത്താൽ വലയുന്നവർക്ക് തണലേകണം. ഒരു വാക്കുകൊണ്ടോ ഒരു നേരത്തെ ആഹാരം കൊണ്ടോ എന്താണ് ആവശ്യം അത് നമ്മളാൽ ഒക്കുന്നത് നമുക്ക് ചെയ്യണം. അതാണ് ഫലപ്രദമാകണമെന്ന് പറയുന്നത്. ക്ഷുത്തിനാൽ വിശക്കുന്നവർക്ക്, അപ്പം ദുഃഖ ദുരിതങ്ങൾക്ക് നമുക്ക് ആശ്വാസം, ഒരു തണലാകണം. വിശപ്പ്, ക്ഷുത്തിനാൽ വിശപ്പിനാൽ ദാഹവും ഒക്കെ തുടങ്ങുമല്ലോ, അവർക്ക് ഫലപ്രദമാകണം. എന്താ വൃക്ഷത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, കായ്കളും കനികളൊക്കെ ഉണ്ട്. അതെന്താണ്, നമുക്ക് ആഹാരങ്ങൾ മറ്റുള്ളവർ കൊടുക്കാനുള്ള അല്പം നമുക്ക് ഈശ്വരൻ നമുക്ക് തരണം. അങ്ങനെ ആർക്കെങ്കിലും നമുക്ക് വേണ്ടുന്ന കൊടുക്കാനുള്ള ഒരു കൃപ ഈശ്വരൻ നമുക്ക് തരണം. അപ്പോൾ വിശക്കുന്നവർക്ക് ഒരു ആഹാരം കൊടുക്കാനുള്ള, അത് എത്രത്തോളം കൊടുക്കാത്തതും നല്ലത് തന്നെ. അല്പമെങ്കിലും നമ്മൾ കൊടുക്കാൻ ഒരു ആശ്വാസം പകരാൻ നമുക്കൊരു കൃപ ഭഗവാൻ തരണമേ. എന്നിട്ട് അവസാനം എന്താ വേണം, ആത്മാവിൽ ആനന്ദം നിറയണം, പരമാത്മാവ് നമ്മളായി മാറണം. അതും കൂടെ ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ നല്ല കർമ്മങ്ങളും ചെയ്യണം. കർമ്മയോഗവും വേണം. അതുപോലെ തന്നെ എല്ലാം ഭക്തിയോഗം എല്ലാം നമുക്ക് വേണം. നല്ല നല്ല കർമ്മങ്ങളാണല്ലോ ഇതൊക്കെ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തൊക്കെ നല്ല കർമ്മങ്ങളല്ലേ. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുന്ന എന്തും അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കണം. അതാണൊരു ദൈവപതിൽ ആഗ്രഹിക്കേണ്ടത്. ഭഗവാനെ എല്ലാവർക്കും നന്മ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകണം. അതിനുള്ള കാര്യകാരണങ്ങൾ നമ്മൾക്ക് ഉണ്ടാകണം, എന്നല്ലേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഭഗവാൻ അത് എല്ലാം ഒത്തുവരും. അപ്പം നല്ല പ്രവൃത്തിയാവും. അപ്പോൾ ഈശ്വര കൃപ ഒഴുകുകയും ചെയ്യും, ഭക്തി വർദ്ധിക്കും. ഈ പ്രവൃത്തിയിൽ കൂടി നമുക്ക് ഈശ്വരനെ അറിയാനും പറ്റും. അത് ഫലേച്ഛ കൂടാതെ കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തെങ്കിലേ ഭക്തി വർദ്ധിച്ചിട്ട് നമുക്ക് പരമാത്മാവിൽ ലയിച്ച് ആ പരമാത്മാവ് നമ്മൾ തന്നെ ഉണ്ട്, നമ്മൾ തന്നെ ആണെന്നും സർവ്വതും അത് തന്നെയാണെന്നും നമുക്ക് അറിയാനുള്ള കഴിവും കിട്ടും. അപ്പം നമുക്ക് ആനന്ദം ഉണ്ടാകപ്പെടും. അതാണ് ഈ നാമങ്ങളൊക്കെ ചൊല്ലേണ്ടുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.